ഹലോ നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പാണ്. അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: ശർക്കര പാനി ഫസ്റ്റ് തന്നെ തയ്യാറാക്കാം. പിന്നെ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വരട്ടിയിട്ടൊന്നുമില്ല. നന്നായിട്ട് വരട്ടിയിട്ട് വെച്ചാൽ ഒരു വർഷം വരേക്കും അത് കേടാകാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് വേവിച്ച് അത്യാവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള പാകത്തിനുള്ള വരട്ടലേ ആയിട്ടുള്ളൂ. പിന്നെ തേങ്ങാക്കൊത്ത് നമ്മളതിലേക്ക് ചേർക്കുന്നുണ്ട്. പച്ചരിപ്പൊടിയാണ്, പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടി, വീട്ടിലുള്ള പൊടിയാണ് എടുത്തുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്തും ഇതുമാതിരി അരിഞ്ഞ് വെച്ച് ചക്ക നമ്മൾ നല്ല മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം 2.5 കപ്പ് പച്ചരിപ്പൊടി ചേർത്തിട്ടാണ് ഞാനുണ്ടാക്കുന്നത്. ചക്ക ഇതേമാതിരി മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് ഇളക്കണം. ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചക്ക വരട്ടിയതും ഇതിലേക്ക് പകർന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഞാനെടുത്ത പാത്രം ചെറുതായതിനാൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി റെഡിയാക്കുന്നു. എല്ലാം റെഡിയായ ശേഷം ആ തേങ്ങാക്കൊത്തും അതിലേക്ക് ഇടുന്നു. വാട്ടി വെച്ച ഇലയിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ആളുടെ സഹായം വേണം, എന്നാലേ ഇത് കെട്ടാനും ഒക്കെ പറ്റുള്ളൂ. ഈ ഇലയിലാവുമ്പോൾ എന്താ വെച്ചാൽ ഇലയുടെ ഒരു വാടിയ ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇലയിൽ നല്ല നെയ്യൊക്കെ പുരട്ടി കൊടുത്ത് നമ്മളിത് ഓരോന്നോരോന്നാ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് റെഡി ആകുമ്പോഴേക്കും ഇഡ്ഡലി ചെമ്പടുപ്പത്ത് വെച്ച് നമുക്ക് ആവിയിൽ ഒരു 6-7 എണ്ണം വെച്ച് വേവിച്ചെടുക്കാം ഓരോന്നോരോന്നാ. കുമ്പളപ്പം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക.
താങ്ക് യു. Thank you.